किया ചിന്തു ചോട്ടു ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണെന്നറിയില്ല, ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ മറ്റേ ക്ലാസ്സിലൊക്കെ പോയി വന്നിട്ട് കിടക്കുമായിരുന്നു, പക്ഷേ ഒരു ഉഷാറായിട്ടില്ല. അപ്പം ഞാൻ തലവേദന എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നാൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തം പോക്കാവും. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം എന്തായാലും, അപ്പോൾ അതിനെങ്കിലായിട്ട് ആക്റ്റീവ് ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ശരിക്കും എന്തായിരിക്കും കണ്ടന്റ് എന്നുള്ളത് എനിക്കെൻ്റെ യാതൊരു ധാരണയില്ല. എന്തൊക്കെയാണ് ഇനി ഈ ഒരു ഈവനിങ് ചെയ്യാൻ പോകുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. കാര്യം 2-3 ദിവസമായി ഞാനും അങ്ങനെ വീഡിയോ ഇട്ടിട്ട്, കഴിഞ്ഞൊരു കുറച്ച് വീക്സ് ആയിട്ട് ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഇട്ടിട്ട് പെട്ടെന്നൊരു 2-3 ദിവസം വീഡിയോ ഇടാണ്ടായപ്പം എനിക്കും ഒരു എംപ്റ്റിനെസ് തോന്നി. എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിക്കുകയും ചെയ്തു, എൻ്റെ ഡാറ്റ എന്നുള്ളത് ചോദിക്കുകയും ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മടി പിടിച്ചിരിക്കേണ്ട, വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ധാരണയില്ലാത്ത ഒരു വീഡിയോ ആണ് എന്തൊക്കെയാണ് ചെയ്യാൻ പോണേന്നുള്ളത്. അപ്പോൾ എനിവേസ് കം ഓൺ. അങ്ങനെ ഇതാ ഓരോരുത്തർ ഉറക്കത്തിൽ നിന്നൊക്കെ എനിക്ക് വന്നു തുടങ്ങിയിട്ടോ. മമ്മി ദേ ചായ ഇട്ടു. എനിക്ക് 6 മണിയാകുമ്പോൾ എന്തെന്നില്ലാത്ത വിശപ്പ് വരും. അപ്പം ഞാൻ കൂടുതലും നൂഡിൽസോ പാസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി ഒന്ന് വേഗം കഴിക്കട്ടെ. ചില ദിവസങ്ങളിൽ മമ്മി സ്നാക്സ് ഉണ്ടാക്കും. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെയാണ് വിശപ്പ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ എന്താ നൂഡിൽസ് ഇട്ട് ഞാനതൊന്ന് വേഗം കഴിക്കും. അപ്പോൾ അത് കുക്കാവണ നേരം നിങ്ങൾക്ക് അറിയാമല്ലോ, ജസ്റ്റ് 2 minutes മതി. അത് കുക്കാവണ നേരത്തെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രോഡക്റ്റ് കേട്ടോ. അതായത് നിങ്ങൾക്കറിയാലോ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പാണ്. എനിക്ക് ഫേസിൽ പിന്നെയും കുഴപ്പമില്ല, ബോഡി, കൈ, കാല്, ബോഡി എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നാണ്. അപ്പം എന്തായാലും നമുക്ക് ബോഡി ലോഷൻ എന്തായാലും യൂസ് ചെയ്യണം എന്നാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുക. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു മടിയുള്ള ഒരു കാര്യമാണ്. ഫേസിലൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഞാൻ മോയ്സ്ചറൈസിങ് ലോഷനൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ ബോഡിയിൽ യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വിയർക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഗ്രീസിനെസ്, സ്റ്റിക്കിനെസ് ഒക്കെ വരും. എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് നമ്മുടെ ബോഡിയിൽ ലോഷൻ അപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷേ ഈ ഒരു സമയത്ത് ലോഷൻ അപ്ലൈ ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മാമഅർത്തിന്റെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇവർക്കുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. ഇത് നമ്മുടെ മാമഅർത്തിന്റെ വൈറ്റമിൻ സി മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണ്. അപ്പോൾ പേരുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതായത് സോപ്പിന്റെയും മോയ്സ്ചറൈസിങ് ലോഷന്റെയും എഫക്റ്റ് ഒരുമിച്ച്. ശരിക്കും മോയ്സ്ചറൈസിങ് ലോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് ലോഷൻ ഇടാനുള്ള സമയം, അതിന്റെ ഡിസ്കംഫേർട്ട്, ഇതൊക്കെ ഉണ്ട്, അതിന്റെ എക്സ്പെൻസ് ഒക്കെ വരുമല്ലോ. പക്ഷെ ഈ ഒരു സംഭവത്തിന് നമ്മൾ ജസ്റ്റ് നമ്മൾ കുളിക്കുമ്പോൾ ഇത് യൂസ് ചെയ്താൽ മതി. നല്ല സൂപ്പർ ഒരു സംഭവമാണ്. മാമഅർത്തിന്റെ ആയ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, പാരബൻ ഫ്രീ ആണ്, ടോക്സിൻ ഫ്രീ ആണ്. ഇത് ശരിക്കും നമുക്ക് 2-in-1 എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നന്നായിട്ട് ക്ലെൻസ് ചെയ്യുകയും ചെയ്യും. നമ്മൾ നോർമൽ സോപ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിൻ ക്ലെൻസ് ചെയ്യുമെങ്കിലും നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കാറുണ്ട് നമ്മുടെ റെഗുലർ സോപ്സ്. പക്ഷെ ഇത് അങ്ങനെയല്ല, വളരെ നമ്മളെ മോയ്സ്ചറൈസ്ഡ് ആക്കാൻ കീപ്പ് ചെയ്യും. മാത്രമല്ല ഇത് ലോഷൻ സോപ്പാണ്. നമുക്ക് ലോഷൻ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങളും ഇതിലുണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ വളരെ സ്മൂത്ത് ആൻഡ് സപ്പിളാക്കി വളരെ നറിഷ്ഡ് ആക്കി കീപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇതിൽ ഗുഡ്നെസ് ഓഫ് വൈറ്റമിൻ സി, ലെമൺ ആൻഡ് ഹണി ആണ് കേട്ടോ. അപ്പോൾ സ്കിന്നിനെ കൂടുതൽ ബ്രൈറ്റൻ ചെയ്യാനും സ്കിന്നിനെ സോഫ്റ്റ് ആക്കി വെക്കാനും ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഹെൽപ്പ് ചെയ്യും. ഇത് നാച്ചുറൽ ഫ്രാഗ്രൻസ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ മാമഅർത്തിന്റെ എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് അറിയാമല്ലോ, പാരബൻ ഫ്രീ ആണ്, ടോക്സിൻ ഫ്രീ ആണ്. പിന്നെ മാമഅർത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, മാമഅർത്തിന്റെ പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ്. അതായത് മാമഅർത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഓർഡറും ഒരു ട്രീയുമായിട്ട് ലിങ്ക് ചെയ്യും. 2025 ആകുമ്പോഴേക്കും 1 million ട്രീസ് പ്ലാൻ ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മാമഅർത്തിന്റെ എല്ലാ പ്രോഡക്ട്സും ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ലഭ്യമാണ്. മാത്രമല്ല ഇപ്പോൾ നിയർ ബൈ സ്റ്റോഴ്സിലും കാണാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ബിസി ലൈഫിൽ നമുക്ക് എല്ലാതും 1 by 1 അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയെന്ന് വരില്ല. ചിലർക്ക് മടിയായിട്ടും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ ഇത്. മാമഅർത്തിന്റെ വെബ്സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ DIMPLER2024 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 20% ഡിസ്കൗണ്ടും ഉണ്ട്. ഇതാ എൻ്റെ നൂഡിൽസ് റെഡിയായി. സോമു എത്തി, പാച്ചു എത്തി, എല്ലാവരും ഉറക്കത്തി തേനിട്ട് പോട്ടെട്ടോ. ഇനി കുറച്ച് നേരം ഡ്യൂട്ടിയുടെ അടിക്കാണ്. ഡാഡി പിള്ളേരൊക്കെ കൂടി കളിക്കും. അപ്പം ഞാനിവിടെ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കും. ഭയങ്കര ചൂടാണ്.
കുടു 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 കുടു. ഈശോ ദേ വീണു. പതുക്കെ വരണടാ പാണ്ടിലോറി. പതുക്കെ പോടാ ദൈവമേ. പാച്ചോടിക്കേ. തോമോ പിള്ളേരെ വീണ്ടും അപ്പാപ്പൻ്റെ കയ്യിൽ കൊടുത്തുട്ടോ ഞാൻ. എന്നിട്ട് ഞാൻ വിചാരിച്ചു തലയിലൊക്കെ എണ്ണ ഇടാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ മമ്മിയുടെ പണ്ടത്തെ നമ്മൾ വീട്ടിലെ കാച്ചിന് അതേ എണ്ണ തന്നെ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കൂട്ട് വേണമെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ എണ്ണ ഇടാൻ പോവാണ്. എനിക്ക് പൊതുവേ തലവേദന എടുക്കുക, പനി വരിക, അല്ലെങ്കിൽ നമുക്ക് തല ചൂടായെന്നൊക്കെ തോന്നിയാൽ എണ്ണ ഇട്ടാൽ ഭയങ്കര ഒരു ആശ്വാസം. എനിക്ക് തലവേദനയൊക്കെ കുറയണ പോലെ തോന്നും. എല്ലാവർക്കും തിരിച്ചാണ്. തലവേദന ഉള്ളപ്പോൾ എണ്ണയൊന്നും ഇടില്ലല്ലോ. എനിക്ക് എണ്ണ ഇട്ടൊരു കുളി പാസ്സാക്കിയാൽ ഭയങ്കര ഒരു റിലീഫാണ്. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഇട്ട് ഒന്ന് മസാജ് ചെയ്യാൻ പോട്ടെ കേട്ടോ തല. ഞാൻ തന്നെയാണ് കാര്യം, ബാക്കി എല്ലാവരും ഓരോ കാര്യങ്ങളിൽ എൻഗേജ്ഡാണ്. അപ്പം ഞാൻ തന്നെ എണ്ണയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാൻ പോവാണ്. പേടിക്കേണ്ട, ഞാൻ മറ്റേ പീൽ ഓഫ് ഇട്ടേക്കണ്ട കേട്ടോ, വെജിറ്റബിൾ പീൽ ഓഫ്. ചൂടായ കാരണം ശരിക്കും ഇത് ഡ്രൈ ആവാണ്ട് ഇങ്ങനെ മെൽട്ടായി പോവും. അത്രയും ചൂടാണ് ഇവിടെ. കുറേ ദിവസമായിട്ട് സൺ ടാനൊക്കെ അടിച്ചിട്ട് ആകെ സ്കിന്ന് ടാനായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ആ ഒരു ടാൻ മാറാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. ഇവിടുത്തെ എൻ്റെ കൂടെ കുട്ടിപ്പട്ടാളങ്ങളുണ്ട്. ഞാൻ ഒരു സൈഡിൽ നിന്ന് റൂം ഒതുക്കുന്നു. അവരപ്പുറത്തെ സൈഡിൽ നിന്ന് ഓരോന്ന് വലിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒതുക്കി വെച്ചിരുന്ന സാധനങ്ങളാകണ്ട, ഓരോന്ന് വലിച്ചിട്ടുകൊണ്ടിരിക്കുക. ആനനെ വരച്ചു തോമു എവിടെ? ഇതെന്തിട്ടാ? ജിറാഫാ? പാച്ചു എന്തിട്ട് ചെയ്യണേ? ശരിക്കും പിള്ളേരുടെ കൂടെ ഇരുന്ന സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ദേ 9:30 ആയാൽ ബിഗ് ബോസ് ഇപ്പോൾ നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങളെല്ലാവരും കൂടി ബിഗ് ബോസ് കാണാനിരിക്കുകയാണ്. മമ്മിയാണ് ഇന്ന് കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തത് കേട്ടോ. അപ്പോൾ മമ്മി കിച്ചണിലാണ്, ഞങ്ങളെല്ലാവരും ദേ ഇവിടെ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തോമ ഒരു സൈഡിൽ ഉറങ്ങി തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും ഡിന്നറൊക്കെ റെഡിയാക്കിയത് അവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് കോളിഫ്ലവർ മുട്ട തോരൻ, ചീരപ്പേരി, ചോറ്, അങ്ങനത്തെ ഒരു നാടൻ മെനു ആണ് കേട്ടോ. രസവും ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറുണ്ടു. ചാക്കോച്ചൻ മേലെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവൻ കരഞ്ഞാൽ അറിയാനായിട്ട് വീഡിയോ കോളും കണക്ട് ചെയ്ത് ഡിവാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രെയറൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോയി കേട്ടോ. അങ്ങനെ ഞാൻ പാച്ചുവിനെ കുളിപ്പിച്ച് സെറ്റാക്കി അപ്പാപ്പനെ ഏൽപ്പിച്ച് ഞാനും കുളിക്കാൻ പോയി വന്നു കേട്ടോ. എന്തിട്ട് വേണ്ടേ? എന്താ വേണ്ടേ? ദേ ഇത് കണ്ടോ, സ്മൈൽസ് ഫോർ മൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റായിട്ട് സെൻഡ് ചെയ്ത് തന്നിട്ട് ഒരു കുഞ്ഞ് ആൽബാട്ടോ. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് പാച്ചുവിന് എൻ്റെ കയ്യിൽ കിട്ടിയ സമയം മുതലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ആൽബമാണ് കേട്ടോ. കാര്യം നമ്മുടെ ഫോണിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമ്മൾ ആൽബം മറയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് അത് വേറെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ള ഫോട്ടോസ് കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഇമോഷനാണ്. ആ ഒരു കുഞ്ഞ് അത്രയും ആ ഒരു ചെറിയൊരാളെയാണ് ഇപ്പോൾ ഇത്രയും കുട്ടി കുറുമ്പനായിട്ട് കാണുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ പലപ്പോഴും ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. ചില സമയത്ത് എനിക്ക് സ്വപ്നമാണോ എന്ന് പോലും തോന്നാറുണ്ട് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇതിൽ ഓരോ ഫോട്ടോസും ഫെമിലിയർ ആയിരിക്കും. ഇതേ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ്, അത് കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് ക്രിസ്മസിൻ്റെ ഫോട്ടോസ്, അങ്ങനെ ഓരോ ശരിക്കും ഇവൻ്റെ എല്ലാ വളർച്ചയും എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ദേ പാച്ചുവിൻ്റെ ആദ്യത്തെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ്റെ ഫോട്ടോ. അപ്പോൾ പാച്ചു ഈ ആൽബം കയ്യിൽ കിട്ടാൻ വേണ്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാരത്? ആരാ? ആരത്?
അങ്ങനെ പിണങ്ങിയിരിക്കുന്ന ഈ ഫോട്ടോയോട് കൂടി ഈ ആൽബം അവസാനിച്ചിട്ട് ഒരു കുഞ്ഞ് ആൽബമാണ്, പക്ഷെ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉള്ള കുറച്ച് ഫോട്ടോസ് ഉള്ള ഒരു ആൽബം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കിടക്കാൻ പോവാണ് കേട്ടോ. കിടക്കാൻ പോണതിന് മുമ്പ് ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാച്ചുവിനെ ഉറക്കണം അതിന് മുമ്പ്. ഒരു ഉമ്മ തരുമോ പാച്ചു പ്ലീസ്? ഞങ്ങൾ നല്ല ടെറർ മൂഡിലാണ് കേട്ടോ. അപ്പോൾ അല്ലേ പാച്ചു? ഓക്കെ, അപ്പോൾ ശരി എന്നാ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഈ വീഡിയോയിൽ എനിക്ക് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു പ്രസൻസ് അറിയിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. എനിക്ക് കാര്യമായിട്ടൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല, നല്ല തലവേദനയായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണം എന്നാ. അമ്മേ, ഇതാണ് മെയിൻ തലവേദനയുടെ ആള് കേട്ടോ. നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഇങ്ങനെ വരും. പിന്നെ നല്ല ചൂടുമല്ലേ, അതാണ്. അപ്പം അങ്ങനെ. അപ്പം ശരി എന്നാൽ ബൈ, ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് വേറൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട്ടിലെ സീനിയർ യൂട്യൂബർ ഇങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കുക. ഞങ്ങളെല്ലാവരും ഉറങ്ങിയതിന് ശേഷം 12:30 1 മണി നേരത്തൊക്കെയാണ് മമ്മി വോയിസ് ഓവർ. നിങ്ങൾക്ക് നാളെ 9 മണിക്ക് കാണാനുള്ള വീഡിയോസിന് വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒങ്ങാൻ പോവാനോ? പറ, ചാച്ചാൻ പോവാണോ? പാല് കുടിച്ചോ? വേം പാല് കുടിച്ചോ? അയ്യാ, ഇതെന്താ? ഇതെന്താ? പാൽ കളയരുത്. ടാറ്റാ. ഗുഡ് നൈറ്റ്.